വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വികസന ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വികസന ഘട്ടങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഒരു വ്യക്തിയുടെ വളർച്ചയും വ്യവഹാരവും വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ടാണുള്ളത് എന്ന് നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. മനഃശാസ്ത്രജ്ഞർ ഒരു വ്യക്തിയുടെ ജീവിതകാലത്തെ ചില സവിശേഷതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആ ഘട്ടങ്ങളെക്കുറിച്ചും ആ ഘട്ടങ്ങളുടെ സവിശേഷതകളെ പറ്റിയിട്ടുമൊക്കെ ഒരു അധ്യാപകൻ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ പഠന ബോധന പ്രക്രിയ കാര്യക്ഷമവും അർത്ഥവത്തും വിജയകരവും ആവുകയുള്ളൂ. അതുകൊണ്ട് ആ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ 6 ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഈ 6 ഘട്ടങ്ങളും വിദ്യാഭ്യാസ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടവയാണ്. നമുക്കറിയാം, നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 ഘട്ടങ്ങളാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം ജനനപൂർവ്വഘട്ടം, പ്രീ നാറ്റൽ പീരീഡ്. ഗർഭധാരണം തൊട്ട് 280 ദിവസം വരെയുള്ള കാലഘട്ടമാണ് പ്രീ നാറ്റൽ പീരീഡ് അഥവാ ജനനപൂർവ്വഘട്ടം, ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം. രണ്ടാമത്തെ ഘട്ടമാണ് ശൈശവം, ഇൻഫാൻസി. ജനനം തൊട്ട് 3 വർഷം വരെയുള്ള കാലഘട്ടമാണ് ശൈശവം എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ഘട്ടം ആദ്യകാല ബാല്യമാണ്, ഏർലി ചൈൽഡ്ഹുഡ്. 3 വർഷം മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആദ്യകാല ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്. നാലാമത്തത് പിൽക്കാല ബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അഞ്ചാമത്തത് കൗമാരം, അഡോളസൻസ്. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് അഡോളസൻസ് അഥവാ കൗമാരം എന്ന് അറിയപ്പെടുന്നത്. ആറാമതായി അഡൽട്ട്ഹുഡ് അഥവാ പ്രായപൂർത്തി എത്തിയതിനു ശേഷമുള്ള കാലം, 19 വയസ്സിന് ശേഷമുള്ള കാലം. അതിനപ്പുറത്തേക്കുള്ള കാലഘട്ടങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തുകയാണ്. 19 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തെ മൊത്തത്തിൽ നമ്മൾ ഒന്നായിട്ട് കാണുകയാണ്. അതിനെ പിന്നീട് നമ്മൾ വിഭജിക്കുന്നില്ല തൽക്കാലത്തേക്ക്. കാരണം നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കോളജി ആണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള ജീവിത കാലഘട്ടത്തെ നമ്മൾ മറ്റൊരു ഘട്ടങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ 6 ഘട്ടങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഓരോ ഘട്ടത്തെയും വളരെ വിശദമായി കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 6 ഘട്ടങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ഒരു കുട്ടിയുടെ ഏതെല്ലാം വികസനങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. കുട്ടിയുടെ കായിക വികസനം, ചാലകശേഷിയുടെ വികസനം, വൈകാരിക വികസനം, ബൗദ്ധിക വികസനം, സാമൂഹികവും സാൻമാർഗികവുമായ വികസനം, ഭാഷാപരമായ വികസനം. ഇതൊക്കെയാണ് ഓരോ ഘട്ടത്തിലും എങ്ങനെ വികസിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി വിശദീകരിക്കുന്നത്. ആദ്യം നമുക്ക് പ്രീ നാറ്റൽ പീരീഡിനെ കുറിച്ച് പറയാം. ഗർഭപാത്രത്തിൽ വെച്ചുള്ള ശിശുവിൻ്റെ വികസനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ വികസനം, ഗർഭപാത്രത്തിൽ വെച്ചുകൊണ്ടുള്ള ശിശുവിൻ്റെ വികസനം, അതിൻ്റെ സമ്പൂർണ്ണ വികസനത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ്. ഇത് ഒരു ചെറിയ കാലഘട്ടമാണെങ്കിലും വളരെ ദ്രുതഗതിയിലുള്ള വികസനമാണ് അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അത് ക്രമാനുഗതവും പ്രവചനക്ഷമവുമാണ് ആ കാലഘട്ടത്തിലെ വികസനം. ഈ കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞന്മാർ 3 ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. ഈ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കഴിയുന്ന കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞന്മാർ 3 ഘട്ടമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആ 3 അതിൻ്റെതായ പ്രത്യേക വികസന സ്വഭാവവുമുണ്ട്. അത് ഒന്ന് ജെർമിനൽ പീരീഡ്, മറ്റൊന്ന് എംബ്രിയോണിക് പീരീഡ്, മറ്റൊന്ന് ഫീറ്റൽ പീരീഡ്. ഗർഭധാരണം തൊട്ട് 2 ആഴ്ച പൂർത്തിയാകും വരെയുള്ള കാലഘട്ടമാണ്
ജെർമിനൽ പീരീഡ്. മലയാളത്തിൽ അതിന് ജീവസ്ഫുരണ ഘട്ടം എന്നാണ് പറയുന്നത്. 2 ആഴ്ച തൊട്ട് 2 മാസം പൂർത്തിയാകുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് എംബ്രിയോണിക് പീരീഡ് അഥവാ ഭ്രൂണഘട്ടം എന്ന് വിളിക്കുന്നത്. 2 മാസം തൊട്ട് ജനനം വരെയുള്ള കാലഘട്ടത്തെയാണ് ഫീറ്റൽ പീരീഡ് അഥവാ ഗർഭസ്ഥ ശൈശവ ഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ 3 ഘട്ടത്തിനും അതിൻ്റെതായ വികസന സ്വഭാവമുണ്ട് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ വിശദീകരിക്കുന്നത്. ഗർഭപാത്രത്തിൽ ശിശുവിന്റെ വളർച്ചയിൽ 2 തരത്തിലുള്ള വികസനം നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ഘടനാപരം, മറ്റൊന്ന് ധർമ്മപരം. ഘടനാപരവും ധർമ്മപരവുമായ വികസനങ്ങൾ, 2 തരത്തിലുള്ള ഈ വികസനങ്ങൾ ഗർഭപാത്രത്തിൽ വെച്ച് ശിശുവിന്റെ വളർച്ചയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗർഭപാത്രത്തിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ഭക്ഷണത്തിന്റെ ദഹനത്തിനും വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളുന്നതിനും ബാഹ്യ ശ്വസനത്തിനും ആവശ്യമായ ശരീരതാപം നിലനിർത്തുന്നതിനും ശിശു അമ്മയെ ആശ്രയിക്കുകയാണ്. അമ്മയുടെ ആരോഗ്യം, അമ്മയുടെ ആഹാരം, അമ്മയുടെ വൈകാരികാനുഭവങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ചിലതാണ് ആ ഘട്ടത്തിൽ. 2ാമത്തെ ഘട്ടമാണ് ഇൻഫാൻസി, ശൈശവം. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യ 3 വർഷമാണ് ശൈശവം എന്ന ഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യ 2 ആഴ്ച വരെയുള്ള കാലഘട്ടത്തെ നിയോനാറ്റൽ പീരീഡ് അഥവാ നവജാത ശിശുവിൻ്റെ ജീവിതഘട്ടം എന്നാണ് വിളിക്കുക. നിയോനാറ്റൽ പീരീഡ്. അവിടുന്ന് അങ്ങോട്ട് 3 ആഴ്ച മുതൽ 3 വയസ്സാവുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ബേബിഹുഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പുരോഗതിയിൽ ഈ 3 വർഷങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കാലഘട്ടത്തിലാണ് ശിശു അമ്മയുടെ ശരീരത്തിന് പുറത്തുള്ള തികച്ചും പുതിയ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടുകയും അങ്ങനെ സാശ്രയ ജീവിതത്തിലുള്ള ശേഷി വികസിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിലെ ഈ 3 വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടിയുടെ വികസനത്തിൽ. ഇനി ഈ ഇൻഫാൻസി കാലഘട്ടത്തിൽ, ഈ ശൈശവ കാലഘട്ടത്തിൽ കുട്ടിയിൽ സംഭവിക്കുന്ന വികസനങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യം കായികവും ചാലകശേഷിപരവുമായ വികസനമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അഥവാ ഈ ശൈശവ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ദ്രുതഗതിയിലുള്ള കായിക വികസനമാണ്. വളരെ പെട്ടെന്നുള്ള വളർച്ച. ആൺകുട്ടികൾ ആദ്യ വർഷം 25 സെന്റിമീറ്ററും 2ാം വർഷം 12.5 സെന്റിമീറ്ററും പൊക്കം വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പെൺകുട്ടികൾക്ക് ഈ വർധന അല്പം കുറവായിരിക്കും. ജനിക്കുന്ന നേരത്ത് കുട്ടിയുടെ തല മറ്റു ശരീരഭാഗങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അല്പം വലുതായിരിക്കും. മൊത്തം ശരീരത്തിന്റെ 4/1 വലുപ്പമുണ്ടായിരിക്കും തലക്ക് അപ്പോൾ ജനിക്കുന്ന നേരത്ത്. ക്രമേണ ശരീരഭാഗം തലയെ അപേക്ഷിച്ച് ഏറിയ തോതിൽ വളരുകയും ഈ 2 ഭാഗങ്ങളുടെയും അംശബന്ധം മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരീരധർമ്മങ്ങൾ നിയന്ത്രിതവും സ്ഥിരവുമാകുന്നതും ഈ കാലഘട്ടത്തിലാണ്. ഇനി ഈ കാലഘട്ടത്തിലെ വൈകാരികമായ വികസനത്തെ നമുക്ക് പരിശോധിക്കാം. ജനിക്കുന്ന നേരത്ത് ഒരു കുട്ടിക്ക് സന്തോഷമോ വേദനയോ എന്ത് വികാരങ്ങൾ ഉണ്ടായിരുന്നാലും അത് പ്രകടിപ്പിക്കുവാൻ കുട്ടിക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കരയുക. സന്തോഷം വന്നാലും കുട്ടി കരയും, സങ്കടം വന്നാലും കുട്ടി കരയും. അതാണ് ജനിക്കുന്ന നേരത്തും തൊട്ടുടനെയും കുട്ടിയുടെ സ്വഭാവം അതാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആ കരച്ചിലെ രീതിക്ക് മാത്രം അത് വികസിച്ചുകൊണ്ട് അസ്വാസ്ഥ്യജനകമായ വികാരങ്ങളായ കോപം, നിരാശ, ഭയം എന്നിവയും ആനന്ദകരമായ പ്രഹർഷം, പ്രിയം തുടങ്ങിയ വികാരങ്ങളുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക്, ഒരു ശിശുവിന് അമ്മയെ ആശ്രയിക്കുകയാണ് എല്ലാ കാര്യത്തിനും. എപ്പോഴും അമ്മയുടെ ശ്രദ്ധ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം. അമ്മ കൂടെയുണ്ടെങ്കിൽ കുട്ടിക്ക് സന്തോഷമുണ്ടാകും. അമ്മ കൂടെയില്ല എങ്കിൽ കുട്ടിക്ക് അസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇത് സംബന്ധമായി കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഒരു കുട്ടി തൻ്റെ ആശയപ്രകടന ശേഷി ആദ്യമായി പ്രകടിപ്പിക്കുന്നത് എ കൂജന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട്, ബി കരയുന്നതിലൂടെ, സി ചിരിക്കുന്നതിലൂടെ, ഡി ലളിതമായ വാക്കുകളിലൂടെ. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കരയുന്നതിലൂടെയാണ് കുട്ടി ആദ്യമായി തൻ്റെ ആശയപ്രകടന ശേഷി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം.
ഇനി ഈ കാലഘട്ടത്തിലെ ഭൗതികമായ വികസനം നമുക്ക് പരിശോധിക്കാം. ബുദ്ധിപരമായ വികസനം നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളുടെ ഘടനയും ധർമ്മവും ഒക്കെ പെട്ടെന്ന് തന്നെ മെച്ചമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശൈശവത്തിന്റെ അവസാനത്തോടെ ശിശുവിനും മുതിർന്ന വ്യക്തികളെ പോലെ കാണുക, കേൾക്കുക, രുചിക്കുക, മണക്കുക, സ്പർശിക്കുക, ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള കഴിവുണ്ടായിത്തീരും. എന്ന് പറഞ്ഞാൽ 1 മാസം മുതൽ 3 വർഷം വരെ ശാരീരിക ചലനങ്ങളുടെ ഒത്തിണക്കവും നിയന്ത്രണവും ക്രമേണ വികസിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഘട്ടത്തിലെ ബൗദ്ധികമായ വികസനം. മുതിർന്നവരെ പോലെ കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനും സ്പർശിക്കാനും ഒക്കെ കുട്ടിക്ക് ഈ 3 വയസ്സാകുന്നതോട് കൂടിയിട്ട് തന്നെ സാധിക്കും. ഇനി ഈ കാലഘട്ടത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനം നമുക്ക് പരിശോധിക്കാം. ഈ ഘട്ടത്തിൽ അമ്മയാണ് ശിശുവിൻ്റെ ആദ്യത്തെ ഏറ്റവും അടുത്ത സുഹൃത്തും സാമൂഹ്യവൽക്കരണ സഹായിയും. അച്ഛനും സഹോദരങ്ങളുമാണ് അടുത്ത സ്ഥാനത്തുള്ളത്. ഈ ശൈശവഘട്ടത്തിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ അഥവാ 3 വർഷമാകുമ്പോൾ കുട്ടി മറ്റു ശിശുക്കളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് കുട്ടിയുടെ സാമൂഹികമായ വികസനം നടക്കുന്നത്. അമ്മയാണ് സമൂഹവുമായി കുട്ടിയെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ സഹായി. പിന്നെ അച്ഛനും സഹോദരങ്ങളും ഒക്കെയാണ് ഉണ്ടാവുക. അവരാണ് മൊത്തം സമൂഹത്തിലേക്ക് ഈ കുട്ടിയെ കയറി ചെല്ലുവാൻ വേണ്ടിയിട്ട് സന്നദ്ധമാക്കുന്നതും തയ്യാറാക്കുന്നതും. ഇനി ഈ കാലഘട്ടത്തിലെ ഭാഷാ വികസനത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ജനിക്കുന്ന നേരത്ത് കുട്ടിക്ക് അറിയാവുന്ന ഏക ഭാഷ കരച്ചിൽ മാത്രമാണ്. 10 മാസം പ്രായമാകുമ്പോഴാണ് കുട്ടി ആദ്യത്തെ വാക്ക് ഉച്ചരിക്കുന്നത്. 1 വയസ്സാകുമ്പോൾ കുട്ടിക്ക് 3-4 വാക്കുകളൊക്കെ അറിയാവുന്ന ഒരവസ്ഥയിലെത്തിയിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടികളും ഒരുപോലെ ഈ വാക്കുകൾ പഠിക്കുകയില്ല. ബുദ്ധിയും ഭാഷാ വികസനവും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല ബുദ്ധിയുള്ള കുട്ടികൾ കുറേ വാക്കുകൾ പഠിക്കും. ബുദ്ധി കുറഞ്ഞ കുട്ടികൾ വാക്കുകൾ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. അത് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ വിശദമായി കൊണ്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിശദീകരിക്കും. 3ാമത്തെ ഘട്ടമാണ് ആദ്യകാല ബാല്യം. ആദ്യകാല ബാല്യം എന്ന് പറഞ്ഞാൽ വിദ്യാലയ പൂർവ്വഘട്ടം എന്നാണ് ആ ഘട്ടത്തെ വിളിക്കുന്നത്. അഥവാ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പുള്ള കാലം. 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കാലഘട്ടമാണ് ആദ്യകാല ബാല്യം എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തെ പലപ്പോഴും ടോയ് ഏജ് അഥവാ കളിപ്പാട്ടങ്ങളുടെ കാലം എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. കാരണം കുട്ടി ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഏറിയ പങ്കും കളിപ്പാട്ടങ്ങളുമൊത്താണ് കുട്ടി കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് കളിപ്പാട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ്. കുട്ടി കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലമായതുകൊണ്ടാണ് അതിനെ ടോയ് ഏജ് അഥവാ കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തെ മാതാപിതാക്കൾ പലപ്പോഴും ഒരു പ്രശ്ന കാലഘട്ടമായിട്ട് കണക്കാക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പിടിവാശിയും ശാഠ്യവും ഒക്കെ നന്നായി പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അനുസരണക്കേട് കാണിക്കുക, നിഷേധാത്മകമായ സ്വഭാവം കാണിക്കുക, എതിർക്കാനുള്ള പ്രവണത ഉണ്ടാവുക, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ കാലഘട്ടത്തെ പ്രശ്ന കാലഘട്ടമായിട്ടാണ് പലപ്പോഴും കണക്കാക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത്? Which period in the development of a child is termed as toy age by psychologists? സൈക്കോളജിസ്റ്റുകൾ ഏത് കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് വിളിക്കുന്നത്? അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഭാഗം നമ്മൾ കാണുകയുണ്ടായി. ആദ്യ ബാല്യകാലത്തെയാണ് അഥവാ ഏർലി ചൈൽഡ്ഹുഡിനെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ കളിപ്പാട്ടങ്ങളുടെ കാലം ടോയ് ഏജ് എന്ന് വിളിച്ചിട്ടുള്ളത്. ഇങ്ങനെ ടോയ് ഏജ് എന്ന് വിളിച്ചതുപോലെ മറ്റൊരു പേരും മനഃശാസ്ത്രജ്ഞന്മാർ ഈ കാലഘട്ടത്തെക്കുറിച്ച് വിളിക്കാറുണ്ട്. അതായത് പ്രീ ഗ്യാങ് ഏജ്, സംഘബന്ധ പൂർവ്വകാലം. അതായത് പിൽക്കാല ബാല്യത്തിൽ, ഇപ്പോൾ ആദ്യകാല ബാല്യത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഘട്ടമായ പിൽക്കാല ബാല്യത്തിൽ
ഗ്യാങ്ങുകളിൽ അംഗമാകുന്നതിന് കുട്ടികളെ സഹായിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അവർ നേടുന്ന പ്രാഥമികമായ അനുഭവങ്ങളും പരിശീലനങ്ങളുമാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സംഘബന്ധ പൂർവ്വകാലം, പ്രീ ഗ്യാങ് ഏജ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ ഈ കാലഘട്ടം ഏറ്റവും പ്രധാനവും സ്വാധീനക്ഷമവുമായ കാലഘട്ടമാണ്. സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ വികസനത്തിലുമൊക്കെ ഈ കാലഘട്ടം വലിയ പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെ വളർത്താൻ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യം നമുക്ക് പരിശോധിക്കാം. സംഘബന്ധ പൂർവ്വകാലം എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്, വിച്ച് സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ് ഈസ് നോൺ ആസ് പ്രീ ഗ്യാങ് ഏജ്? പ്രീ ഗ്യാങ് ഏജ് എന്ന് അഥവാ സംഘബന്ധ പൂർവ്വകാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു ആദ്യകാല ബാല്യത്തെക്കുറിച്ചാണ്, ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ചാണ് സംഘബന്ധ പൂർവ്വകാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിളിച്ചിട്ടുള്ളത്. ഇനി ആദ്യകാല ബാല്യത്തിലെ കുട്ടിയുടെ വൈകാരികമായ വികസനം എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിക്കാം. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ വികാരങ്ങൾ പലതായിട്ട് വീണ്ടും വികസിക്കുകയാണ്. ലജ്ജ, ഉത്കണ്ഠ, ഈർഷ്യ, പ്രതീക്ഷ, നിരാശ, മാതാപിതാക്കളോടും മറ്റ് കുടുംബങ്ങളോടുള്ള പ്രിയം, ഇങ്ങനെ വീണ്ടും വ്യതിരിക്തമായി തീരുകയാണ് കുട്ടിയുടെ വികാരങ്ങൾ. ഇവിടെ ഈ വികാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ കുട്ടികൾ ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് കൂടുതൽ നിയന്ത്രിക്കുന്നു. ഈ ഘട്ടത്തിലും നമുക്ക് കാണാവുന്നൊരു പ്രത്യേകത, ശൈശവത്തിൽ നമ്മൾ പറയുകയുണ്ടായി, പൂർണ്ണമായിട്ട് മാതാപിതാക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് കുട്ടി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ആദ്യകാല ബാല്യമാകുമ്പോൾ കുട്ടി ഒന്നുകൂടി വലുതായി. അപ്പോൾ കുട്ടിക്ക് മാതാപിതാക്കളോടുള്ള ആശ്രയത്വം കുറച്ചുകൂടി കുറഞ്ഞു. സ്വന്തം പ്രവണതകളും സ്വന്തം വാസനകളും ഒക്കെ കുട്ടിയെ വളരെയേറെ നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടിക്ക് കുട്ടിയുടേതായ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും മാതാപിതാക്കളെ ആശ്രയിച്ചുകൊണ്ടല്ല, എന്നാൽ മാതാപിതാക്കളുമായുള്ള ആശ്രയം പൂർണ്ണമായിട്ട് കുട്ടി ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നുമില്ല. കുറച്ചൊക്കെ മാതാപിതാക്കളെ ആശ്രയിച്ചുകൊണ്ടാണ് കുട്ടി പോകുന്നത്. ഈ കുട്ടിയിൽ ഒരേ സമയം വിധേയത്വവും അധീശത്വവും നമുക്ക് കാണാൻ സാധിക്കും. ചില ഘട്ടങ്ങളിൽ കുട്ടി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കും, എന്നാൽ ചില ഘട്ടങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കാതെ അധീശത്വ മനോഭാവം വെച്ചു പുലർത്തുന്നതും കാണാൻ സാധിക്കും. ഇവിടെ കുട്ടി ഒരു കാര്യം ചെയ്യുന്നത്, കുട്ടിയുടെ സാൻമാർഗികമായ വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത് സന്തോഷം, വേദന എന്നീ വികാരങ്ങളാണ്. കുട്ടിക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ കുട്ടി ചെയ്യും, കുട്ടിക്ക് വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ കുട്ടി ഒഴിവാക്കും. അതാണ് കുട്ടിയുടെ സാൻമാർഗിക വ്യവഹാരങ്ങളെ നിയന്ത്രിക്കുന്നത്. സന്തോഷം, വേദന എന്നീ വികാരങ്ങളാണെന്ന് പറഞ്ഞതിന്റെ ആശയം അതാണ്. ഈ ഘട്ടത്തിലുള്ള കുട്ടിയുടെ വികാരങ്ങളെ പ്രത്യേകത, അത് തീവ്ര വികാരങ്ങളായിരിക്കും, സെന്റിമെന്റ്സ് ആയിരിക്കും. തീവ്ര വികാരങ്ങൾ, ഈ കുട്ടിയുടെ ഏറ്റവും പ്രാഥമികമായ തീവ്ര വികാരം സ്വന്തത്തോടുള്ള സ്നേഹമായിരിക്കും, അഥവാ അഹത്തോടുള്ള സ്നേഹം, സ്വന്തത്തോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ ശാസ്ത്രജ്ഞന്മാർ നാർസിസത്തിന്റെ ഘട്ടമെന്ന് വിളിക്കുന്നുണ്ട്. നാർസിസം എന്ന് പറഞ്ഞാൽ ആത്മരതിയുടെ ഘട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നാർസിസം എന്ന വാക്കുണ്ടായിട്ടുള്ളത് ഒരു ഗ്രീക്ക് പുരാണ കഥയിൽ നിന്നാണ്. നാർസിസസ് എന്ന ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നിൽ തന്നെ, സ്വന്തത്തിൽ തന്നെ അനുരക്തനാകുന്ന കഥയാണ് നാർസിസസ് എന്ന ഗ്രീക്ക് പുരാണ കഥയിലുള്ളത്. അതിൽ നിന്നാണ് നാർസിസം എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. നാർസിസം എന്ന് പറഞ്ഞാൽ സ്വന്തത്തോടുള്ള അതിരുവിട്ട സ്നേഹം, സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള മോഹം, അതാണ് ഈ നാർസിസം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടിയുടെ വികാരങ്ങൾ തീവ്ര വികാരങ്ങളാണ്. ആ തീവ്ര വികാരങ്ങളിൽ തന്നെ കുട്ടിക്ക് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള തീവ്ര വികാരം സ്വന്തത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നാർസിസത്തിന്റെ കാലഘട്ടം എന്ന് വിളിക്കുന്നു. സ്വന്തത്തോടുള്ള ഈ തീവ്രമായ സ്നേഹം കുട്ടി മാതാപിതാക്കളിലേക്ക് വ്യാപിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അഥവാ വളരെ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഫ്രോയിഡ്. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഈ ആദ്യ ബാല്യകാലത്തിൽ ആൺകുട്ടി അമ്മയോടും പെൺകുട്ടി അച്ഛനോടും കൂടുതൽ അടുപ്പം പുലർത്തും. ഇതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രോയിഡ് രണ്ട് സാങ്കേതിക വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ട്. ഒന്ന് ഈഡിപ്പസ് കോംപ്ലക്സ്, മറ്റൊന്ന് ഇലക്ട്ര കോംപ്ലക്സ്.
ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ്. ഈഡിപ്പസ് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ മൂലം സ്വന്തം പിതാവിനെ കൊന്ന് മാതാവിനെ വിവാഹം കഴിച്ച ഒരു കഥാപാത്രമാണ് ഈഡിപ്പസ്. ഇലക്ട്ര എന്നതാവട്ടെ സ്വന്തം പിതാവിനെ സ്നേഹിച്ച് മാതാവിനെ കൊല്ലിച്ച കഥാപാത്രവുമാണ്. അതിൽ നിന്നാണ് അദ്ദേഹം ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്ന 2 പദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിക്ക് അമ്മയോട് സ്നേഹമുണ്ടാവുന്നു, പെൺകുട്ടിക്ക് അച്ഛനോട് സ്നേഹമുണ്ടാവുന്നതിനെ ഇലക്ട്ര കോംപ്ലക്സ് എന്നുമാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ സൂചിപ്പിച്ചതുപോലെ ഈ സിദ്ധാന്തത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ ഈ ഘട്ടത്തിൽ പെൺകുട്ടിക്ക് അച്ഛനോടും ആൺകുട്ടിക്ക് അമ്മയോടും കൂടുതൽ അടുപ്പം തോന്നും എന്നത് തീർച്ചയായും ശരി തന്നെയാണ് താനും. ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടിക്ക് തന്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? എ. ഈഡിപ്പസ് കോംപ്ലക്സ്, ബി. ഇലക്ട്ര കോംപ്ലക്സ്, സി. സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, ഡി. മനോവിശ്ലേഷണം. വളരെ വ്യക്തമാണ്. അത് അനീഷ് എന്ന ആൺകുട്ടിക്ക് തന്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരമാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. എ ആണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം, ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഏതു കാലഘട്ടത്തിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കണ്ടുവരുന്നത്? 4 ഓപ്ഷനുകളുണ്ട്. ഇവിടെ ഈ ചോദ്യപേപ്പർ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഏതോ ഒരാൾക്ക് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള ചോദ്യപേപ്പറിന്റെ ഫോട്ടോയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം 2 അദ്ദേഹം ശരിയിട്ടത് കാണാൻ സാധിക്കും. ഒന്ന് പിൽക്കാല ബാല്യം എന്നതിന് ശരിയിട്ടിരിക്കുന്നു, രണ്ടാമത്തത് ഏർലി ചൈൽഡ്ഹുഡ് എന്നതിനും ശരിയിട്ടിരുന്നു. അപ്പോൾ അതായത് കൺഫ്യൂഷനാണ് അവിടെ. ഈ കൺഫ്യൂഷനാണ് നമ്മൾ പരീക്ഷയിൽ ഒഴിവാക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കണ്ടുവരുന്നത് ആദ്യകാല ബാല്യത്തിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യകാല ബാല്യത്തെ സംബന്ധിച്ചാണ്. ഈ ആദ്യകാല ബാല്യത്തിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവ കണ്ടുവരുന്നത്. ഇനി നമുക്ക് ഈ ആദ്യ ബാല്യകാലത്തെ ബൗദ്ധികമായ വികസനത്തെക്കുറിച്ച് അഥവാ ബുദ്ധിപരമായ വികസനത്തെക്കുറിച്ച് പരിശോധിക്കാം. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ശൈശവഘട്ടത്തിൽ കുട്ടി ഏതാണ്ട് വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. എന്നാൽ ഈ ആദ്യകാല ബാല്യമാകുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ കുട്ടിക്ക് വീടിന്റെ അല്പം പുറത്തേക്കും പിന്നെ സമൂഹത്തിലെ കുറച്ച് ആളുകളുമായിട്ടൊക്കെ കുട്ടി ഇടപഴകുന്നു. അഥവാ സമീപസ്ഥ പരിസ്ഥിതിയുമായിട്ട് കുട്ടിക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിത്തീരുന്നു. അതുവഴി കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് വിജ്ഞാനം കുട്ടിക്ക് ലഭിക്കുന്നു. കളികളിലൂടെ വായനയുടെയും എഴുത്തിൻ്റെയും ബാലപാഠങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നു. കുട്ടി LKG പോകുന്നു, UKG പോകുന്നു, അല്ലെ LKG കഴിഞ്ഞ് അഥവാ മോണ്ടിസോറി, കിൻഡർ ഗാർട്ടൻ അവിടെയൊക്കെയുള്ള പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ കുട്ടിയുടെ ആദ്യകാല വിദ്യാഭ്യാസത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ ജിജ്ഞാസ, നിർമ്മാണപരത, ശേഖരണ പ്രവണത, കളികളിലുള്ള ആന്തരിക താല്പര്യം ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ കുട്ടിയിൽ വികസിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആദ്യ ബാല്യകാലത്തെ ഫാന്റസിയുടെ കാലഘട്ടം എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിലെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം, അവർ വല്ലാത്ത ഭാവനാശാലികളായിരിക്കും. അയഥാർത്ഥ ഭാവന, അതാണ് ഫാന്റസി എന്നറിയപ്പെടുന്നത്. അപ്പൊ കുട്ടികൾ മറ്റുള്ളവരെ അനുകരിക്കുക, അതും അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരെ അനുകരിച്ച് കുട്ടികൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ അയഥാർത്ഥ സങ്കല്പ പ്രവണതയും ഈ കാലഘട്ടത്തിൽ കുട്ടികളിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഭാവി ജീവിതത്തിലുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കാം അത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ കുട്ടി മറ്റുള്ളവരെ അനുകരിക്കുക, അതുപോലെ അയഥാർത്ഥ ഭാവനകൾ കുട്ടി കാണിക്കുക, അഥവാ ഫാന്റസിയുടെ കാലഘട്ടം എന്നാണ് ഈ കാലഘട്ടം അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനത്തെക്കുറിച്ച് പരിശോധിക്കാം. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ സാമൂഹിക വ്യവഹാര മേഖല കുടുംബമായിരിക്കും. അഥവാ കുട്ടിക്ക് സാമൂഹിക സമ്പർക്കത്തിൽ അഥവാ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെയുള്ള ആദ്യ പാഠങ്ങളൊക്കെ കുട്ടിക്ക് ഈ കുടുംബത്തിൽ നിന്നാണ് ലഭിക്കുക. കുടുംബാംഗങ്ങളോട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കുട്ടി പഠിക്കുന്നു. പിന്നെ കുട്ടി അയൽപക്കത്തേക്ക് ചെല്ലുന്നു. അയൽപക്കത്തേക്ക് ചെല്ലുമ്പോൾ
അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ കുട്ടിയിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുക. കാരണം സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ 1-ാം നമ്പർ സ്ഥാനമാണ് കുട്ടിക്ക് ലഭിക്കുക. വളരെയേറെ ലാളനയും വളരെയേറെ സ്നേഹവും ഒക്കെ ആ കുട്ടിക്ക് ലഭിക്കും. പക്ഷെ അയൽപക്കത്ത് ചെല്ലുമ്പോൾ ആ ഒരു സ്ഥാനം ഒരുപക്ഷെ കുട്ടിക്ക് ലഭിച്ചു എന്ന് വരില്ല. അത് കുട്ടിയിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ആ ഞെട്ടൽ നല്ല ഒരു കാര്യമാണ്. കാരണം ആ ഞെട്ടൽ ഒരു ആവശ്യമാണ്. കാരണം കുട്ടി അല്പം കഴിഞ്ഞാൽ നഴ്സറിയിൽ ചേരേണ്ട കുട്ടിയാണ്. നഴ്സറിയിൽ ചെല്ലുമ്പോൾ കുട്ടിക്ക് സ്വന്തം കുടുംബത്തിലുള്ള പരിഗണന ലഭിക്കുകയില്ല. അങ്ങനെ സ്വന്തം വീട്ടിൽ മാത്രമേ ആ പരിഗണന ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കുട്ടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അയൽപക്കത്ത് ചെല്ലുമ്പോൾ കുട്ടിക്ക് അത് അല്പമൊക്കെ മനസ്സിലായിത്തീരും. അങ്ങനെ മനസ്സിലാവേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. ഈ ഘട്ടത്തിലാണ് കുട്ടി കളിക്കൂട്ടുകാരെ സമ്പാദിക്കാനും മറ്റു കുട്ടികളുമായിട്ട് ചങ്ങാത്തം കൂടാനും അവർക്കിടയിൽ ആത്മവിശ്വാസത്തോടെ തന്റെ വഴി കണ്ടെത്താനും ഒക്കെ തുടങ്ങുന്നത് ഈ ആദ്യ ബാല്യകാലത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. കുട്ടികളുടെ വികാസത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഘടകം ഏത്? കുടുംബം, സമസംഘം, സ്കൂൾ, സമൂഹം. നമുക്കറിയാം കുടുംബത്തിനാണ് കുട്ടികളുടെ വികാസത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിയുക, കുടുംബത്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി ഈ ഘട്ടത്തിലെ കുട്ടിയുടെ ഭാഷാ വികസനത്തെ നമുക്ക് പരിശോധിക്കാം. കുട്ടി ഈ ഘട്ടത്തിൽ ഒരുപാട് പദങ്ങൾ പഠിക്കുന്നു. പദങ്ങൾ മാത്രമല്ല, ഈ പദങ്ങൾ ചേർത്തുകൊണ്ട് അർത്ഥമുള്ള വാചകങ്ങളും വാക്യങ്ങളും ഒക്കെ നിർമ്മിക്കാൻ കുട്ടി പഠിക്കുന്നു. ലളിതമായ ആശയങ്ങൾ എളുപ്പത്തിൽ വിനിമയം ചെയ്യാനുള്ള കഴിവും ഈ ഘട്ടത്തിലാണ് കുട്ടി നേടിയെടുക്കുന്നത്. അപ്പോൾ ശൈശവ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് വാക്കുകൾ കുട്ടി പഠിക്കുന്നു. ഈ വാക്കുകളൊക്കെ ചേർത്തുകൊണ്ട് അർത്ഥമുള്ള കുറെ വാചകങ്ങളും വാക്യങ്ങളും ഒക്കെ നിർമ്മിക്കാൻ കുട്ടി പഠിക്കുന്നു. ലളിതമായ ആശയങ്ങളൊക്കെ, വലിയ ആശയങ്ങളൊന്നല്ല, ലളിതമായ ആശയങ്ങളൊക്കെ എളുപ്പത്തിൽ വിനിമയം ചെയ്യാനുള്ള കഴിവ് ഈ കുട്ടി ഈ ഘട്ടത്തിലാണ് ആർജിക്കുന്നത്. ഇപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആദ്യ കാലഘട്ടത്തിലെ കുട്ടിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം: 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏത്? കുട്ടി അനുകരിക്കുന്നു, ശാരീരിക സന്തുലനം നേടുന്നു, കളിയിൽ താല്പര്യം കാണിക്കുന്നു, അമൂർത്ത ചിന്താശേഷി നേടുന്നു. ഒന്നാമത്തത് അനുകരിക്കുന്നു, അത് ശരിയാണ്, നമുക്കറിയാം. രണ്ടാമത്തത് ശാരീരിക സന്തുലനം നേടുന്നു, ശരിയാണ്, കുട്ടി നടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ കുട്ടിക്ക് കഴിയുന്നു. മൂന്നാമതായിട്ട് കുട്ടിക്ക് കളിയിൽ താല്പര്യം കാണിക്കുന്നു, അതും ശരിയാണ്. അപ്പൊ 4-മത്തതാണ് തെറ്റ്. 3 ശരിയാണെങ്കിൽ 4-മത്തത് തെറ്റാണ് എന്ന് നമുക്കറിയാം. അമൂർത്ത ചിന്താശേഷി നേടുന്നു, അബ്സ്ട്രാക്ട് തിങ്കിങ് നടത്താനുള്ള ശേഷി ഈ ഘട്ടത്തിൽ കുട്ടി നേടിയെടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഡി ആണ് ശരിയായ ഉത്തരം. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകതയിൽ പെടാത്തത് അമൂർത്ത ചിന്താശേഷി നേടുന്നു എന്നതാണ്. ഇനി 4-മത്തെ ഘട്ടമായ പിൽക്കാല ബാല്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പിൽക്കാല ബാല്യം എന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതായത് ഈ കാലഘട്ടത്തെ പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്ന് വിളിക്കുന്നുണ്ട്. കാരണം കുട്ടി പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞന്മാർ ഗ്യാങ് ഏജ് അഥവാ സംഘബന്ധങ്ങളുടെ കാലം എന്നും വിളിക്കുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടിയുടെ മുഖ്യമായ പരിഗണന അവന്റെ സമപ്രായക്കാരിൽ നിന്നുള്ള സ്വീകരണവും അവരുടെ സംഘത്തിലെ ഒരു അംഗത്വവുമാണ് ആ കുട്ടി ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും അവന്റെ സമപ്രായക്കാരുടെ ദൃഷ്ടിയിൽ വളരെ അന്തസ്സുറ്റ ഒരു സംഘത്തിലെ അംഗത്വം നേടാനാണ് കുട്ടി ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗ്യാങ് ഏജ്, സംഘബന്ധങ്ങളുടെ കാലം എന്ന് ഈ കാലഘട്ടത്തെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കാൻ കാരണം. ഈ കാലഘട്ടത്തിന് മനഃശാസ്ത്രജ്ഞന്മാർ മറ്റൊരു പേര് കൂടി നൽകിയിട്ടുണ്ട്: ഏജ് ഓഫ് കൺഫോമിറ്റി അഥവാ പൊരുത്തപ്പെടലിന്റെ കാലം. അങ്ങനെ പൊരുത്തപ്പെടലിന്റെ കാലം അഥവാ ഏജ് ഓഫ് കൺഫോമിറ്റി എന്ന് ഈ കാലഘട്ടത്തെ ശാസ്ത്രജ്ഞന്മാർ വിളിക്കാൻ കാരണം, നേരത്തെ പറഞ്ഞല്ലോ, ഒരു സംഘത്തിൽ, സമപ്രായക്കാരുടെ ഒരു സംഘത്തിൽ അംഗത്വം നേടുക എന്നതാണ് ആ കാലഘട്ടത്തിലെ കുട്ടിയുടെ പ്രധാനപ്പെട്ട താല്പര്യം. അതിനു വേണ്ടിയിട്ട് കുട്ടിയുടെ ബാഹ്യമോടികൾ, സംഭാഷണ ശൈലി, വ്യവഹാരം, ഇവയൊക്കെ സംഘത്തിന്റെ
മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കുട്ടി മാറ്റാൻ തയ്യാറാവും. താൻ ആഗ്രഹിക്കുന്ന ഒരു സംഘത്തിൽ അംഗത്വം നേടുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ബാഹ്യമോടികൾ വേണമോ, എന്തെല്ലാം സംഭാഷണ ശൈലികളിൽ മാറ്റങ്ങൾ വരുത്തണമോ, പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമോ, അതിനൊക്കെയും കുട്ടി തയ്യാറാകും. അതുകൊണ്ടാണ് പൊരുത്തപ്പെടലിന്റെ കാലം, ഏജ് ഓഫ് കൺഫോമിറ്റി എന്ന് ഈ കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കാൻ കാരണം. ഈ ഘട്ടത്തിലാണ് ഏറ്റവും നല്ല ഒരു കുട്ടി പോലും തീരെ മോശമായിട്ട് പെരുമാറി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ശരിയായ മാർഗദർശനം നൽകേണ്ടത്. ഈ ഘട്ടത്തിലെ വളർച്ച നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ മന്ദഗതിയിലുള്ള, അതേപോലെ ഒരേ തോതിലുള്ള വളർച്ചയാണ് ഈ കാലഘട്ടത്തിൽ കുട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കുട്ടി ശാരീരികവും മാനസികവുമായ കാര്യങ്ങളിലെല്ലാം തന്നെ പരിപക്വനം ആർജിക്കുന്നു. എന്നാൽ ലൈംഗിക മേഖലയിൽ പരിപക്വനം കുട്ടി നേടുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും, ശാരീരികവും മാനസികവുമായ മറ്റെല്ലാ കാര്യങ്ങളിലും കുട്ടി പരിപക്വനം ആർജിക്കുന്നു. ഈ കാലഘട്ടത്തെ മനഃശാസ്ത്രജ്ഞന്മാർ ലാറ്റൻസി പീരീഡ് അഥവാ അന്തർലീന ഘട്ടം എന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിൽക്കാല ബാല്യഘട്ടത്തെ ശാസ്ത്രജ്ഞന്മാർ വിളിച്ച മൂന്നാമത്തെ പേരാണ് ഈ പേര്. അത് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കുക. ഒന്ന് ഏജ് ഓഫ് കൺഫോമിറ്റി, ആദ്യം പറഞ്ഞു ഗ്യാങ് ഏജ്, പിന്നെ ഏജ് ഓഫ് കൺഫോമിറ്റി, പിന്നെ ലാറ്റൻസി പീരീഡ്. എന്തുകൊണ്ട് ലാറ്റൻസി പീരീഡ് എന്ന് വിളിച്ചു? ഈ കാലഘട്ടത്തിലും കുട്ടികളുടെ ലൈംഗിക വികാരം ശക്തമാണെങ്കിലും അത് പ്രത്യക്ഷപ്പെടുന്നില്ല. അത് പ്രത്യക്ഷമായി പുറത്തു വരുന്നത്, അതിശക്തമായിട്ട് പ്രത്യക്ഷമാകുന്നത് ഈ ഘട്ടം അവസാനിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തെ അന്തർലീന ഘട്ടം, ലാറ്റൻസി പീരീഡ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിളിച്ചത്. ഈ ഘട്ടത്തിലെ വൈകാരിക വികസനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഈ ഘട്ടത്തിൽ സാമൂഹ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ വൈകാരിക പ്രകടനം നിയന്ത്രിക്കാൻ കുട്ടി പഠിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കുട്ടി അതുവരെ സാധാരണ വസ്തുക്കളോട് മാത്രമായിരുന്നു കുട്ടിയുടെ ഭയം. ആ ഭയമെല്ലാം ഈ ഘട്ടമാവുമ്പോൾ മാറും. പക്ഷെ ഈ ഘട്ടത്തിൽ സാങ്കല്പിക വസ്തുക്കളെക്കുറിച്ചുള്ള ഭയമാണ് കുട്ടിക്കുണ്ടാവുക. അതായത് ഉദാഹരണത്തിന് പ്രേതം പോലുള്ള സാങ്കല്പികമായ ചോദകങ്ങളെ കുറിച്ചുള്ള ഭയമാണ് ഈ കുട്ടിക്ക് ഈ ഘട്ടത്തിൽ വർദ്ധിക്കുന്നത്. പിന്നെ സന്തോഷപ്രകടനമായിരുന്നാലും കുട്ടി നിയന്ത്രിക്കുന്നു. അതോടൊപ്പം ഇവിടെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ള സൗഹൃദമാണ് കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ കുട്ടിയുടെ ബൗദ്ധികമായ വികസനത്തെ, അഥവാ ബുദ്ധിപരമായ വികസനത്തെ നമുക്ക് പരിശോധിക്കാം. ഈ കാലഘട്ടം കുട്ടിയുടെ ബുദ്ധി വികസനത്തിന്റെ കാലഘട്ടമാണ്. അതായത് കുട്ടിയിൽ നിരീക്ഷണം, ശ്രദ്ധ, യുക്തിചിന്തനം, ഗുണാത്മക ചിന്തനം, ഈ ശേഷികളൊക്കെ വികസിക്കുന്നു. കുട്ടിയുടെ അറിവും വിജ്ഞാന സമ്പത്തും ഒക്കെ വളരെയേറെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം മുമ്പില്ലാത്ത വിധം കുട്ടി വായിക്കാൻ പഠിച്ചു, എഴുതാൻ പഠിച്ചു, കുട്ടി കണക്ക് പഠിക്കുന്നു, പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നു. അതുവഴി കുട്ടി വിജ്ഞാനങ്ങൾ നേടുന്നു, അതുപോലെ ആനന്ദം നേടുന്നു. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ കുട്ടിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളുടെ ക്ഷമത വളരെയേറെ വികസിക്കുന്നു. ഇന്ദ്രിയാനുഭൂതിക്കുള്ള കഴിവ് വളരെ ശക്തമായിട്ട് മാറും. കുട്ടിക്ക് സ്മരണ, അതാ ഓർത്തു വെക്കാനുള്ള ശേഷി കൂടുതൽ ശക്തമായിട്ടുണ്ടാകും. പിന്നെ യുക്തിചിന്തനം, യുക്തിപൂർവമായി ചിന്തിക്കാൻ കുട്ടി ശ്രമിക്കുന്നു. കായികവും ബൗദ്ധികവുമായ സ്ഥിരതയൊക്കെ കൈവരുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ബുദ്ധി വികസനത്തിൻ്റെ കാലഘട്ടമാണ് ഈ പിൽക്കാല ബാല്യകാലം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സാമൂഹികവും സാൻമാർഗികവുമായ വികസനം നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം ഈ കാലഘട്ടത്തെ ഗ്യാങ് ഏജ് എന്നാണല്ലോ ശാസ്ത്രജ്ഞന്മാർ വിളിച്ചിട്ടുള്ളത്. അഥവാ കുട്ടി ഗ്യാങ്ങിൽ കൂട്ടുകൂടിയിട്ട് മുതിർന്നവർക്കെതിരെ എല്ലാവിധ കുസൃതികളിലും ഏർപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ കുടുംബവുമായുള്ള കെട്ടുപാട് മുമ്പത്തേക്കാൾ ദുർബലമായി തീരുന്നു. നേരത്തെ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു വലിയ അറ്റാച്ച്മെന്റ് കുട്ടിക്കുണ്ടായിരുന്നു. അത് ക്രമേണ ദുർബലമായി തീരുന്നു ഈ കാലഘട്ടത്തിൽ. കുട്ടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഗ്യാങ്ങിനാണ്. തൻ്റെ സഹപ്രായക്കാരായ കുട്ടികൾ ചേർത്തിട്ടുള്ള ഗ്യാങ്, ആ ഗ്യാങ്ങിൽ ചിലപ്പോൾ ഈ കുട്ടി ആ ഗ്യാങ്ങിൻ്റെ നേതാവായിട്ടോ നായകനായിട്ടോ ഒക്കെ മാറാം. കളിയിടങ്ങളിൽ വെച്ചിട്ടാണ് കുട്ടിയുടെ സാമൂഹ്യ വികസനം കൂടുതലായിട്ട് നടക്കുന്നത്.
അങ്ങനെ ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ സഹകരണം, സംഘബോധം തുടങ്ങിയ സാമൂഹിക സവിശേഷതകൾ കുട്ടിയിൽ വികസിതമാകുന്ന ഒരു കാലഘട്ടമാണ്. ഇനി അഞ്ചാമത്തെ ഘട്ടമായ കൗമാരകാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കൗമാരകാലം എന്ന് പറഞ്ഞാൽ 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരകാലം. സെക്കൻഡറി സ്കൂൾ ഘട്ടം എന്ന് നമുക്ക് പറയാം. ഈ കാലഘട്ടത്തെ സ്റ്റെയിൻലി ഹാൾ എന്ന മനഃശാസ്ത്രജ്ഞൻ വിളിച്ചത് പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആൻഡ് പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നാണ്. അതായത് ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം, ക്ഷോഭത്തിൻ്റെയും സ്പർദ്ധയുടെയും കാലം, ഇങ്ങനെയാണ് സ്റ്റെയിൻലി ഹാൾ ഈ കാലഘട്ടത്തെ വിളിച്ചത്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ് എന്ന് പരിശോധിച്ചാൽ, ഈ കാലഘട്ടം പെട്ടെന്നുള്ള കായികവും ജൈവശാസ്ത്രപരവുമായ മാറ്റങ്ങളുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ഏറെ ചിന്താക്കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും മോഹഭംഗങ്ങളും അരക്ഷിതത്വ ബോധവുമൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാരകാലം. അതുകൊണ്ടാണ് സ്റ്റെയിൻലി ഹാൾ ഈ കാലഘട്ടത്തെ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആൻഡ് സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് അദ്ദേഹം വിളിച്ചത് അതുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഹു കോൾഡ് അഡോളസൻസ് ആസ് എ സ്റ്റേജ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ്? കൗമാര കാലഘട്ടത്തെ പ്രക്ഷുബ്ധതയുടെയും സ്ഥിരാക്ഷോഭങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും കാലമെന്ന് വിശേഷിപ്പിച്ചതാര്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ വരികൾ തന്നെയാണ് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. സ്റ്റെയിൻലി ഹാൾ എന്ന മനഃശാസ്ത്രജ്ഞനാണ് കൗമാര കാലഘട്ടത്തെ ഇങ്ങനെ സ്റ്റേജ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റാൻലി ഹാൾ. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി ഈ കൗമാരകാലത്തെ കുറിച്ചുള്ള മറ്റൊരു പേരാണ് പീരീഡ് ഓഫ് ട്രാൻസിഷൻ. ഈ കാലഘട്ടം പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അഥവാ പരിവർത്തനത്തിന്റെ കാലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ കാലഘട്ടത്തിൽ ഈ കുമാരന്മാർ അഥവാ കുട്ടികൾ, ഇക്കാലത്ത് കുട്ടികളോ മുതിർന്നവരോ എന്ന് പറയാനാവില്ല. അവര് ബാല്യത്തിലാണോ അല്ല ബാല്യം കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ പ്രായപൂർത്തിയിലെത്തിയിരിക്കുന്നോ പ്രായപൂർത്തിയിലെത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ കുട്ടികളാണോ അല്ലെങ്കിൽ മുതിർന്നവരാണോ അത് അവ്യക്തമാണ്. മുതിർന്നവർ ചില ഘട്ടത്തിൽ അവരെ പ്രായപൂർത്തിയായവരെ പോലെ പരിഗണിക്കുന്നു, എന്നാൽ ചിലപ്പോൾ അവരെ ശിശുക്കളായിട്ടും പരിഗണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ മുതിർന്നവനാണോ കുട്ടിയാണോ എന്ന് ഒരു കൗമാരപ്രായത്തിലുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ബാല്യം കടന്നിരിക്കുന്നു, എന്നാൽ പ്രായപൂർത്തിയിൽ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ പീരീഡ് ഓഫ് ട്രാൻസിഷൻ, പരിവർത്തനത്തിന്റെ കാലം എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. ഈ കാലഘട്ടത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി അഥവാ താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം എന്ന്. ഹോളിംഗ്വർത്ത് എന്ന മനഃശാസ്ത്രജ്ഞനാണ് കൗമാരകാലത്തെ താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് വിളിച്ചത്. അദ്ദേഹം അങ്ങനെ വിളിക്കാൻ കാരണം കൗമാരപ്രായക്കാർ സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വതന്ത്ര വ്യക്തികളായി മാറാൻ വേണ്ടി കുടുംബത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന കാലമാണിത്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാവാതെ വരുമ്പോൾ പലരും മയക്കുമരുന്നിന് അടിമകളാവുകയോ മദ്യപാനികളായി മാറുകയോ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഹോളിംഗ്വർത്ത് ഈ കാലഘട്ടത്തെ താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം എന്ന് വിളിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ് താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം എന്ന് ഹോളിംഗ്വർത്ത് വിശേഷിപ്പിച്ചത് ഏത് കാലഘട്ടത്തെയാണ്? അപ്പോൾ നമ്മൾ കൗമാരകാലത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൗമാര കാലഘട്ടത്തെ കുറിച്ചാണ് ഹോളിംഗ്വർത്ത് പറഞ്ഞത് എന്ന് നമുക്കറിയാം. അപ്പോൾ താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം, പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് ഹോളിംഗ്വർത്താണ് കൗമാരകാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. കൗമാരം അഥവാ അഡോളസൻസ് എന്ന ഉത്തരമാണ് ശരി. ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്ന കായികവും ചാലകശേഷിപരവുമായ വികസനം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഈ കാലഘട്ടത്തിൽ കൗമാരപ്രായക്കാരുടെ ശാരീരിക വികസനം അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. ഈ ഘട്ടത്തിൽ മനുഷ്യ ശരീരം അതിൻ്റെ അന്തിമ രൂപം കൈവരിക്കുകയാണ്.
പൊക്കത്തിലും തൂക്കത്തിലും വലിപ്പത്തിലുമൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ ഈ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ തോതിൽ വളർന്ന് പരമാവധി വികസനം കൈവരിക്കുന്നു. ലൈംഗികമായിട്ട് പരിപൂർണമായ വളർച്ചയെത്തുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഇനി കൗമാര കാലഘട്ടത്തിലെ വൈകാരികമായ വികസനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന്, വൈകാരികമായ അസ്ഥിരത കാണാം. സ്ഥിരമായ ഒരു വികാര പ്രകടനമല്ല ഉണ്ടാവുക. അവരുടെ വികാരത്തിന് ഒരു സ്ഥിര സ്വഭാവം ഉണ്ടായിരിക്കുകയില്ല. ചിലപ്പോൾ വളരെ ആവേശഭരിതരായി ഇവർ പെരുമാറുമ്പോൾ വേറെ ചിലപ്പോൾ അവർ ആ ആവേശമൊക്കെ നഷ്ടപ്പെട്ട മന്ദരായിട്ട് കാണപ്പെടും. അതോടൊപ്പം ഇവരുടെ വികാരങ്ങൾ അങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വളരെ ആവേശഭരിതരായിരിക്കും, ചിലപ്പോൾ ആ ആവേശം എല്ലാം തണുത്ത് മന്ദരായിട്ടും കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഇവരുടെ വികാരത്തിന്റെ പ്രത്യേകത അത് വൈകാരികമായ തീഷ്ണതയുടെ കാലഘട്ടമാണ്. അതായത് വികാരത്തിന്റെ അതിശക്തമായ പ്രവാഹം മൂലം അവരിൽ തീവ്ര വികാരങ്ങൾ രൂപപ്പെടുന്നു. വികാരത്തിന്റെ തീവ്രത മൂലം കൗമാരക്കാർ ഇടയ്ക്കിടെ പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ കാലഘട്ടത്തിലെ വൈകാരികമായ വളർച്ചയുടെ പ്രത്യേകതയാണ്. ഒന്ന്, വൈകാരികമായ അസ്ഥിരതയുണ്ടാകും. ചിലപ്പോൾ വളരെ ആവേശം കാണിക്കുന്നു, അല്പം കഴിഞ്ഞാൽ അവർ ആ ആവേശമെല്ലാം തണുത്ത് മന്ദതയും കാണിക്കും. എന്നാൽ രണ്ടാമത്തെ പ്രത്യേകത, അവരുടെ വികാരങ്ങൾ തീഷ്ണമായിരിക്കും. അഥവാ ചിലപ്പോൾ അവർ വളരെയേറെ പൊട്ടിത്തെറിച്ചൊക്കെ പെരുമാറുന്ന സ്വഭാവം അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് കൗമാര കാലഘട്ടത്തിലെ വൈകാരികമായ വികസനം. ഈ പ്രായത്തിലെ മറ്റൊരു പ്രത്യേകത, അതിര് കവിഞ്ഞ ആത്മാഭിമാനം വെച്ചു പുലർത്തുന്നവരായിരിക്കും കൗമാരപ്രായക്കാർ. പ്രായവും പരിചയവും പാഠവും കുറഞ്ഞവരായി തങ്ങൾ പരിഗണിക്കപ്പെടുന്നത് ഒരിക്കലും തന്നെ കൗമാരക്കാർക്ക് സഹിക്കുകയില്ല. അമിതമായ ആത്മവിശ്വാസം ഈ പ്രായത്തിന്റെ ഒരു സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ ആദർശങ്ങളോടുള്ള അഭിനിവേശമാണ് ഈ പ്രായത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടാണ് കൗമാര പ്രായക്കാർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എടുത്തു ചാടുന്നത്. ഇനി ഈ കാലഘട്ടത്തിലെ ബൗദ്ധിക വികസനം അഥവാ ബുദ്ധിപരമായ വികസനം എങ്ങനെ എന്ന് പരിശോധിക്കാം. ബുദ്ധി വികസനം അതിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരുകയാണ്. നിരൂപണാത്മക ചിന്തനം, യുക്തിചിന്തനം, ഗുണാത്മക യുക്തിചിന്തനം തുടങ്ങിയ ഭൗതിക ശേഷികളൊക്കെയും വികസിക്കുന്നു. ശ്രദ്ധയുടെ വ്യാപ്തി ഏറുകയും ഗ്രഹണത്തിന്റെ ആഴം വർദ്ധിക്കുകയും സ്മരണയുടെ പ്രവർത്തനം കൂർമ്മമാവുകയും ഒക്കെ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണ്? ഒരു കേട്ടൻ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. യുക്തിചിന്ത, അമൂർത്ത ചിന്ത ഇവ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന വളർച്ചാഘട്ടം ഏതാണ്? അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കൗമാരകാലം. ശൈശവത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം, ബാല്യത്തിലും അല്ല. വാർദ്ധക്യത്തിലെത്തുമ്പോൾ യുക്തിചിന്തയും അമൂർത്ത ചിന്തയും ഒക്കെ ദുർബലമാവുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കൗമാരമാണ് ഇതിൽ ശരിയായ ഉത്തരം. സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി കൗമാരപ്രായത്തിലെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനം നമുക്ക് പരിശോധിക്കാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും സവിശേഷമായ സാമൂഹിക വികസനം സമപ്രായക്കാരുടെ സംഘത്തിന്റെ വർദ്ധിച്ച സ്വാധീനമാണ്. സ്വന്തം സമവയസ്ക സംഘത്തിന്റെ അഥവാ സ്വന്തം പ്രായത്തിൽപ്പെട്ടവരുമായുള്ള കൂട്ടുകെട്ടിന്റെ വർദ്ധിച്ച സ്വാധീനം അവർക്കുണ്ടാകും. അപ്പോൾ അവരുടെ കൂട്ടുകാർ പറയുന്ന വാക്കുകൾ, സമപ്രായക്കാരുടെ പെരുമാറ്റം, അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അതിനെയൊക്കെ ആയിരിക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുക. തൻ്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും, തൻ്റെ രക്ഷിതാക്കൾ എന്ത് വിചാരിക്കും എന്നതിനേക്കാളേറെ സ്വന്തം കൂട്ടുകാർ എന്ത് വിചാരിക്കും എന്നാണ് അവർ ഏതൊരു കാര്യത്തിലും ചിന്തിക്കുക. അപ്പോൾ മാതാപിതാക്കളെക്കാളേറെ കൗമാരപ്രായക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ സമപ്രായക്കാർക്കായിരിക്കും. അവരുടെ സമപ്രായക്കാരുടെ ഗ്യാങ്ങുകളിൽ ചേർന്നുകൊണ്ട് ആ ഗ്യാങ്ങുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് ആ പ്രായക്കാർ പെരുമാറുക. അവരുടെ സാമൂഹികവും സാൻമാർഗികവുമായ വികസനം അങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേട്ടൻ പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തിന്റെ ഒരു പ്രധാന ഘടകം, കൗമാരക്കാരന്റെ സാമൂഹ്യ വികാസത്തിന്റെ ഒരു പ്രധാന ഘടകം ഏതാണ്? എ, ഗ്യാങ്ങുകൾ രൂപീകരിക്കുക. ബി, സാമൂഹിക നിലവാരം കാത്തു സൂക്ഷിക്കുക. സി, സുഹൃത്ത് ബന്ധങ്ങൾ നിരാകരിക്കൽ. ഡി, സമപ്രായക്കാർക്ക് പ്രാധാന്യം കൂടുതൽ.
ശരിയല്ല എന്ന് നമുക്കറിയാം. പിൽക്കാല ബാല്യത്തെക്കുറിച്ചാണ് ഗ്യാങ്ങുകൾ രൂപീകരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞത്, ഏജ് ഓഫ് ഗ്യാങ്. അത് ഗ്യാങ്ങുകൾ, അതുകൊണ്ട് കൗമാരകാലത്തിന് മുമ്പേ ഗ്യാങ്ങുകൾ ഉണ്ട്. സാമൂഹിക നിലവാരം കാത്തു സൂക്ഷിക്കുക അല്ല, സുഹൃബന്ധങ്ങൾ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. ഡി ആണ് ശരിയായ ഉത്തരം. സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ, മോർ ഇമ്പോർട്ടൻസ് ഫോർ പിയർ ഗ്രൂപ്പ്. അത് സ്വന്തം രക്ഷിതാക്കളെക്കാൾ ഏറെ സമപ്രായക്കാർക്ക് പ്രാധാന്യം കൊടുക്കുന്നു കൗമാരക്കാർ. അതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഡി എന്ന സമപ്രായക്കാർക്കുള്ള പ്രാധാന്യം കൂടുതൽ എന്ന ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ പിൽക്കാല ബാല്യത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ കൗമാരത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു മാറ്റം, പിൽക്കാല ബാല്യത്തിൽ കുട്ടികൾക്ക് സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോട്, അഥവാ ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോടുമാണ് കൂടുതലായി അടുപ്പമുണ്ടാവുക. എന്നാൽ കൗമാരഘട്ടമാകുമ്പോൾ അതിൽ മാറ്റം വരുന്നു. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടുമാണ് കൂടുതൽ താല്പര്യം തോന്നുക. അങ്ങനെ പരസ്പരം ആകർഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുമാരന്മാർ സ്വാഭാവികമായി അഭിലഷിക്കും. അതിനു വേണ്ടിയുള്ള സാമൂഹികമായ വ്യവഹാര രീതികളും അവരിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, കൗമാരകാലത്തിന്റെ. ഇനി നമ്മൾ പറഞ്ഞ അവസാനത്തെ ഘട്ടമായ പ്രായപൂർത്തിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായത് ഈ പ്രായപൂർത്തിയുടെ കാലഘട്ടമാണ്. പ്രായപൂർത്തിയായ ഒരു സാധാരണ വ്യക്തി സ്വാശ്രയശേഷിയുള്ളവനും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. മുതിർന്നവർ നിർദ്ദേശിക്കുന്ന സാമൂഹിക സാൻമാർഗിക പെരുമാറ്റ ചട്ടങ്ങൾക്കൊത്തായിരിക്കും അയാൾ പ്രവർത്തിക്കുക. സാമൂഹികമായ അന്തസ്സുള്ള മുതിർന്ന വ്യക്തികളിൽ നിന്നു പ്രതീക്ഷിക്കുന്ന മനോഭാവങ്ങളും സ്വഭാവ സവിശേഷതകളും അയാൾ വികസിപ്പിച്ചെടുക്കുന്നു. ഇതാണ് പ്രായപൂർത്തിയായ ഒരാളുടെ സ്വഭാവം.